നാടകം ആരംഭിക്കുകയാണ്. ഡെൻമാർക്കുമേൽ പ്രദേശ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം ഭാര്യയില്ലാത്ത ഒരു ഓണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വൈഫ്ലെസ് ഓണം. ഓണത്തിന് ഭാര്യ നാട്ടിൽ പോയ അത് ഭാഗ്യനായ ഒരു ഭർത്താവിന്റെ കഥ. ശബു, സുഖങ്ങളൊക്കെ തന്നെ? ബൈ, നിന്റെ ഭാര്യയും പിള്ളേരും ഇന്നല്ലേ നാട്ടിലോട്ട് പോകുന്നു. നീ ആകെ ഡെസ്പായിരിക്കും. ഈ ഓണത്തിന് നീ ഇങ്ങനെ ഡെസ്പായിരിക്കുന്ന കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനിന്ന് വൈകുന്നേരം അങ്ങോട്ട് വരണ്ട. നിങ്ങൾ വരുമ്പോഴേ നിങ്ങളെ കസിനെ കൂടെ കൂട്ടിയോ? അവൻ്റെ പേരെന്താ, അർജുൻ. അവനെയും കൂടി കൂട്ടി വന്നാൽ മതി. ഇവിടെ എന്തായാലും ആൻഡ് വരുന്നുണ്ട്, പുള്ളിയും കൂടെ വിളിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ശരി, കാണാം. ഓക്കെ, ഞാൻ ഇതാ എത്തി. നിന്റെ ഗൃഹാതുരത്വം മാറ്റാനുള്ള മരുന്നുമായി ഞാൻ ഇതാ എത്തി മോനെ. ഓണായിട്ട് ഭാര്യയില്ല, പിള്ളേരില്ല, ആകെ കൂടെ ഒറ്റപ്പെട്ടൊരവസ്ഥ. പോരാറ്റിന് കൊണ്ട് കാലും. എന്താ ചെയ്യാൻ? അതെന്താ സംഭവം? അതെന്താ സംഭവം? ഒന്നും പറയണം. നാട്ടിൽ പോകാൻ ധൃതിക്ക് വീട്ടിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവൾക്കൊരു സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും ചുറ്റും ഒരു പൂമ്പാറ്റിയെ പോലെ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. അവൾക്ക് ഞാനൊരു പൂമ്പാറ്റിയാണെന്നോ എനിക്ക് അവിടെ ഒരു പഴയ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നോ എല്ലാം ഒന്ന് കുറച്ച് നേരത്തേക്കും മറന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഓർമ്മിക്കരുത്. എന്നിട്ട് എന്നിട്ടെന്താ സംഭവം അടിപൊളിയല്ല. പൂമ്പാറ്റ കാലെടുക്കും. ഇപ്പൊ പൂമ്പാറ്റ എല്ലാവരും പ്രൊസസ്സിലാണ് പോകുന്നത്. പാവ പൂമ്പാറ്റ എല്ലാം ശരവടിയെന്നാണല്ലോ. കുട്ടിയായി, ചീട്ടായി, ടച്ചിങ്സ് ആയി. അപ്പൊ വൈകപ്പഴ പോയത്? അവളിപ്പോ ഇറങ്ങിയല്ലോ. അതെ, അവളിപ്പോ ഐഡന്റിറ്റി പോലും കേൾക്കാൻ പറ്റില്ല. ഇവനാണല്ലേ നിങ്ങളുടെ കസിൻ അർജുൻ? ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഇവനെങ്ങനെ ആവും? നമ്മളെ പോലെ തറയാണോ അതോ വെറും കച്ചറാണോ? തല തന്നെ, നമ്മുടെ സ്വന്തം കസിൻ. നമ്മുടെ അത്രയും ഡീസന്റ് ആണെന്ന് തോന്നുന്നില്ല, പക്ഷെ കുടുംബത്തിൽ പറഞ്ഞാണ്. അതുപോലെ നീ എന്താ ഇരിക്കുന്നത്? നീ ഇത്രയ്ക്കങ്ങ് ഡെസ്പാകരുത്. എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ അത്രയും. പിള്ളേര് 2 ആഴ്ച മുമ്പ് നാട്ടിൽ പോയി. ജീവിതം പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ആകെ ഒരു മരവിപ്പ്. മടുത്തു. ജീവിതത്തിൽ ഒരു മരവിപ്പ് തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും എന്ന് പണ്ടാലോ അതിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പുതിയ പുതിയ സംരംഭങ്ങൾ, പുതിയ പുതിയ ആഗ്രഹങ്ങൾ മുളപ്പിക്കും. എന്നിട്ട് അതിന്റെ പിന്നാലെ പോയി പണ്ടാറണം. അപ്പോൾ നമ്മുടെ ജീവിതം കളർഫുള്ളായി, കോഞ്ഞാട്ടയായി. പിന്നെ അങ്ങോട്ട് ടക ടക എന്നല്ലേ കാര്യങ്ങളുടെ പോക്ക്. പറ നീ പറ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പപ്പൻ സാധിച്ചു. ഇത് സത്യം സത്യം സത്യം. രാവിലമ്മേ, നീ കാത്തുകൊള്ളണേ. ഹലോ ഹലോ ഹലോ, ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. നമ്മുടെ ശബരീഷിന്റെ വിരഹവേദനയ്ക്ക്, ജീവിതത്തിന്റെ അവന്റെ മരവിപ്പിന്, അവന്റെ ഇനിയുള്ള 1 മാസത്തിൽ ഒറ്റപ്പെടലിന്, ഇനിയുള്ള 1 മാസക്കാലം ചീത്ത കൂട്ടുകെട്ടുകൾ പടായിരിക്കാൻ, വരാൻ പോകുന്ന മാസക്കാലം അടിച്ചു പൊളിക്കാൻ ആശംസിച്ചുകൊണ്ട് അമ്പാനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? Alright guys, let's start the music. Suresh, let's start the music. Thank you.
നിനക്കും ഒരു ചിന്ന ആശ മനസ്സിലായോ? ഓഹോ, നിനക്ക് ഈ ജീവിതത്തിൽ എന്ത് ചിന്ന ചിന്ന ആശയുണ്ടെങ്കിൽ അത് ഈ പപ്പൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടത്തി തന്നിരിക്കും. എനിക്ക് നിനക്ക് നിനക്ക് എന്ത് വേണമെങ്കിലും പറയണം. ഞാൻ പറയും. എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഭയങ്കര ഇത്തിരി കടന്നു കഴിഞ്ഞായിപ്പോ നിന്റെ ഭാര്യ ഇപ്പം ഡെലിവറി മെമ്മോറിയൽ പോലും കടന്ന് കാണുന്നില്ല. അല്ല കേക്ക് ഞാൻ ഇറങ്ങിയിരുന്നില്ല. ശരി അമ്മോ, ഇനിയുണ്ട്. ഞാനാണെങ്കിൽ വെറുതെ കുറെ സത്യമുണ്ട്. ചേട്ടാ, നിങ്ങളുടെ മാരേജ് ലവ് ആയിരുന്നു അതോ അറേഞ്ച്ഡ് ആയിരുന്നു? സത്യം പറയണം, വെള്ളത്തിന്റെ പുറത്തല്ല, പരമസത്യം. ഓ, എന്നാ പറയാനാ, എന്റെ നല്ല പ്രായത്തിൽ ഇതുപോലൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്നാ ഗ്ലാമറായിരുന്നു അറിയാവോ? ശരിക്കും ഇതിനൊക്കെ ഒരു പരിധിയില്ലേ ചേട്ടാ? അതൊക്കെ ഒരു കാലം. ഓ, അവസാനം എല്ലാം കൂടെ തേച്ചിട്ട് പോയത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. വീട്ടുകാർ കാണിച്ചു തന്ന ഒരു മൊഞ്ചത്തെ പെണ്ണിനെ പോയി കണ്ടു, കിട്ടി. പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പോ ആൻഡ്രോ ചേട്ടന്റെ അറേഞ്ച് മാരേജ് അല്ലേ? തപ്പേട്ടാ, നിങ്ങളുടെ അറേഞ്ച് മാരേജ് സാധ്യതയില്ല. എന്നാലും നിങ്ങളുടെ എന്തായിരുന്നു? പണ്ട് കാണൽ ചടങ്ങിന് ഞാൻ ആദ്യമായി അവളെ കാണാൻ പോകും. സൗന്ദര്യമുള്ള മാത്രമായിരുന്നു. പിന്നെ നമ്മുടെ ഫോൺ വീഡിയോയിലൂടെ അവളുടെ സുഹൃത്താണ് കാമുകിയെ. കല്യാണത്തിന് ശേഷം നല്ല ഫുഡ് ഉണ്ടാക്കുന്നത് അവളെന്റെ പാചകക്കാരി. പിന്നെ സംഭവം കുറച്ചിന് പറഞ്ഞു അവളുടെ അമ്മയും പിന്നെ ഇപ്പോ എന്ത് ചെയ്താലും തെറ്റിട്ട് പിടിച്ചു അവളെന്റെ അച്ഛൻ. അങ്ങനെ ഈ ജന്മം മുഴുവൻ എന്നെ നന്നാക്കി എടുക്കാമെന്നുള്ള ഉറച്ച തീരുമാനത്തിലെത്തിയിരിക്കുന്ന അവൾ എന്റെ എല്ലാം. അപ്പൊ തൊപ്പേണ്ടി അറേഞ്ച് മാരേജ്. അർജുനെ, നീ ഇങ്ങനെ ബാച്ചലറായിട്ട് നടന്നാൽ മതിയോ? നിന്റെ പ്ലാൻ എന്താ? ഒരു കല്യാണം കഴിയട്ടെ? പ്രേമം ഒരു പരിധിയിൽ പോവാണ്. മനസ്സിൽ കാമവും പ്രണയവും തോന്നാത്ത ആരാണുള്ളത്? ഞാൻ അതുകൊണ്ട് ഒരു 3-4 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, പിന്നെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇതെന്നാണ് PC എക്സാം ആണ്. ഈ പരിധി പോകല്ലേ? ഇത് കണ്ടിട്ട് ഒരു വണ്ടുപോലും വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവന്റെ പോക്ക് കണ്ടിട്ട് ഷുവറായിട്ട് ഇതൊരു അറേഞ്ച് മാരേജ് ആവാനാ സാധ്യത. ഇവനൊക്കെ ആരാ? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? അതവിടെ കിട്ടും. നിന്റേത് ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അതിലേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങളുടെയൊക്കെ അറേഞ്ച് മാരേജ് അല്ലേ? എൻ്റെ പ്യുവർ ലവ് മാരേജ്. 3-4 വർഷത്തെ സുവർണ പ്രണയം, ഒടുവിൽ ഒരു അടിപൊളി ഒളിച്ചോട്ടം, അവസാനം കെട്ടി പണ്ടാരം. ഇപ്പൊ ചേച്ച എന്നെ പപ്പ താത്ത കളിച്ചു. ചേട്ടായി ആള് കൊള്ളാലോ, കൊച്ചി കള്ളായി. എനിക്ക് അറേഞ്ച് മാരേജിൻ്റെ ഒരു വൈബുണ്ട്. അതാണ് ശരിക്കും എനിക്ക് മിസ്സായി. ആ ആഗ്രഹമാണ് നിങ്ങൾ എനിക്ക് സാധിച്ചു തരുന്നത്. ശരി, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോകും. അപ്പോൾ നമ്മൾ രാജകുമാരനെ പോലെ ഒരു കാറിൽ വന്ന് ഇങ്ങനെ ഇറങ്ങി. എന്നിട്ട് ആ വീട്ടിലെ ബന്ധുക്കളും ആൾക്കാരും മുത്തശ്ശനും അമ്മായും എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ഇല്ലാതിരിക്കുന്നൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകും. അപ്പോൾ ആ സമയത്ത് പെണ്ണിൻ്റെ അനുജത്തി ഇങ്ങനെ തന്നെ ജെല്ലിക്കൂടെ നോക്കി സുന്ദരം. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക്
ആ സമയത്ത് സ്നേഹത്തിലും ബഹുമാനത്തിലൊക്കെ പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു അത് വേണം ഇത് വേണം എന്ന് ചോദിച്ച് നമ്മളിങ്ങനെ ചിങ്ങനെ നിൽക്കുക. ഇങ്ങനെ രാജകുമാരനെ പോലെ ഞാനവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ് ചായയുമായി അവൻ ഇങ്ങനെ വരും. ഒന്ന് നാണിച്ച് തല താഴ്ത്തി ഈ ചേനയൊക്കെ വരച്ച് അവൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി സംശയിക്കുന്നുണ്ടോ? മനസ്സിലാകെ നിൽക്കും. അപ്പൊ അവിടെ നിന്ന് ചേന വെച്ച് അവിടെ നിൽക്കും. അങ്ങനെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് മൊത്തം മിസ്സായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ആ നിനക്ക് മിസ്സായ ചേനയുടെ വൈബ് ഞാൻ ഉണ്ടാക്കിയത്. അതുപോലെ എന്തെല്ലാം പ്രോജക്റ്റുകൾ ഞാൻ ചെയ്ത് പൊളിച്ചടിക്കിയിട്ടുണ്ട്. ഈ ക്രൈസിസ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഞാനൊരു ഉപ്പുലിയാണ്. ഗൈസ്, ഇനിയുള്ള 10 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശബുവിന് ഒരു പെണ്ണ് കണ്ടുപിടിക്കാനുള്ള സമയം. അവന് വേണ്ടി മിസ്സായി അവന്റെ ചേന വൈബ് നമ്മൾ കൊണ്ടുവരും. എടാ അർജുൻ, നമ്മുടെ ശബുവിന്റെ ഒരു ക്ലോസ് ഫോട്ടോ വരുത്തേ. പെട്ടെന്നാണ് ചിന്ന little down, look straight, little right and smile. അത്ര പോരാ, എന്തോ മീൻസ് ആണ് മിസ്സിംഗ്. തലയിൽ മുടിയില്ലാത്തൊരു പോരായ്മ തന്നെയാണ്. ആ അതിനൊക്കെ വഴി സാധനമുണ്ട്, നമ്മുടെ സാധനമുണ്ട്. അടി സക്കെ കൊള്ളാം. അർജുനെ, ഇപ്പൊ 3-4 ഫോട്ടോ കാശിക്കും. നീ നമ്മുടെ അമേരിക്കൻ മലയാളികളുടെ മാട്രിമോണിയൽ സൈറ്റ് ഉണ്ടല്ലോ, അതിനകത്തൊരു ലോഗിൻ ഉണ്ടാക്കാം. ഒറ്റ സെക്കൻഡ്, ഇപ്പൊ ശരിയാക്കി തരാം. ലോഗിൻ റെഡി. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഇത് നിന്റെ പ്രൊഫൈലല്ലേ? അതിന്റെ ഇടയിൽ കൂടെ വേണ്ട നിനക്ക് വേണ്ടി വേറെ ദിവസം. ഇപ്പം ഇവന്റെ പ്രൊഫൈൽ ഉണ്ടാക്കും. എന്നിട്ട് ഇങ്ങനെ എഴുതിക്കും: സുമുഖൻ, സുന്ദരൻ, സുശീലൻ, കോമളനുമായ. അല്ല, ഈ കോമളൻ വേണോ? എന്നാ പിന്നെ കോമളൻ വേണ്ടല്ലേ? ശരിയാ, ചെയ്യുന്ന പ്രവൃത്തിക്ക് സത്യസന്ധതയ്ക്ക് വേണ്ട. എഴുതി എന്നിട്ട് ഒരു നോട്ടായിട്ട് ഇതുകൂടെ ചേർന്നു. കലർ കായിക മത്സരങ്ങളിൽ ഒന്നാം ഡെലിവറി മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ബാച്ച്. വയസ്സ് 35. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളിൽ നിന്ന് അലയൻസ് ക്ഷണിക്കും. ചേന വരയ്ക്കാൻ അറിയാവുന്ന പെണ്ണുങ്ങൾക്ക് മുൻഗണന. ചേനയൊക്കെ വേണോ? അതവന്റെ ആഗ്രഹമല്ലോ. അല്ലെങ്കിൽ വേണ്ട, ചേനയുടെ കാര്യം പിന്നെ നോക്കാം. ഫോട്ടോ അപ്ലോഡ് ചെയ്തു, പ്രൊഫൈൽ റെഡി, ഓൾ സെറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രൊഫൈൽ എല്ലാ ബ്രോക്കർമാർക്കും കൈമാറുന്നുള്ളതാണ്. ആദ്യം നമ്മുടെ ബ്രോക്കർ കണാറിനെ വിളിക്കും. പുള്ളിക്കാരനാകുമ്പോൾ ഈ മാവേലി പരിപാടിയൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന കാരണം സ്ത്രീജനങ്ങളുമായി കണ്ടുമാനം കോണ്ടാക്ട്. എടാ, നീ എവിടെയാ? ആ പപ്പ, ഞാൻ ശംഭുവിന് വേണ്ടി ജസ്റ്റ് പാസ് ചെയ്തിട്ടുള്ളൂ. നിർത്തവിടെ. നമ്മുടെ ശംഭുവിന് ഒരു എമർജൻസി ഉണ്ട്. നീ ഇങ്ങോട്ട് പോയി. തമ്പുരാൻ നമോ വാഴും. ഇന്ന് എവിടെയായിരുന്നു നിലത്ത്? ഓ, ഒന്നും പറയണ്ട. നമ്മുടെ ഡെൽമയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ താലപ്പൊലി ടീമിന്റെ ക്ഷേമാന്വേഷണം നടത്തി സമയം അങ്ങ് പോയതറിയില്ല. സത്യം പറയട്ടെ, പച്ച വെള്ളം കിട്ടിയില്ല. 2 ഉപ്പേരിയിലാണ് നിൽക്കുന്നത്. ഒരു തുള്ളി നാക്ക് നനയ്ക്കാനുണ്ടോടെ? അനിയാതിൽ അതൊക്കെ പിന്നെ നോക്കാം. ഞങ്ങളിപ്പോ ഒരു വല്ലാത്തൊരു ക്രൈസിസ് സിറ്റുവേഷൻ. അത്യാവശ്യമായിട്ടൊരു പെണ്ണ് വേണം. വല്ല നടക്കൂ? അയ്യേ,
ഞാൻ കുരിശിന്റെ തറവാട്ടിൽപ്പെടുന്ന ഒന്നാമത്തെ ക്രിസ്ത്യാനി മഹാബലിയാണ്. ഞാൻ അത്രയൊന്നല്ല. എന്തോ മഹാബലി തമ്പുരാന്റെ ചിന്ത കൊള്ളാലോ. ആ ഏതായാലും നിന്റെ ഡേറ്റാബേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചേ. നമുക്ക് സുന്ദരനും സുശീലനും കോമളനുമായ ഒരു യുവാവുണ്ട്. 35 വയസ്സ്. അനുയോജ്യയായ ഒരു വധുവിനെ വേണം. പറ്റുമെങ്കിൽ പെണ്ണ് ചിലർക്ക് ഇന്ന് തന്നെ നടത്തേമാണ്. പറ്റും. ആർക്കാണാവോ? ലോലവൻ. അവിടെ ഒരുത്തൻ പൂമ ഇരിക്കുന്നുണ്ട്. ഇല്ല അവൻ തന്നെ. ശംഭുവിനോ? അല്ലേലും ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? നിന്റെ ഈ ധൈര്യം ഞാൻ ചാർസ് ഷോബ്രാനിൽ പോലും കണ്ടിട്ടില്ല. അല്ലേലും ചേച്ചിയുടെ വിചാരത്തിൽ ഞാനാണ് നിന്നെ വഷളാക്കുന്നതെന്നാണ്. ഇപ്പൊ ശരിയാക്കി തരാം. ആരവിടെ? അടിയൻ യവനാരടെ? വടുതല വത്സ, കോട്ടയം കുഞ്ഞമ്മണി, ആലപ്പുഴ ദാശായണി. ഒരു ദാശായണി ഉണ്ട്. വയസ്സ് 34. നല്ല ഒന്നാം തരം കുടുംബം. ഇതാണ് പറയുന്നത്. ഓരോ ദാശായണിയിലും അത് കഴിക്കാനുള്ളവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സെറ്റാവും. ഏത് ദാക്ഷായണിയോ? അതെന്തോ അരിമണിയിലോ ധാന്യമണിയിലോ അല്ലേ പേരെഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെയല്ലേ? നീ ഇത്ര ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിക്കരുത് പ്ലീസ്. എടാ പപ്പ, ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കൂ. 2255773344. ഹലോ ദാശാണി അല്ലേ? ഇത് കാണാൻ ബ്ലോഗറാണ്. സുഹൃങ്ങളൊക്കെ തന്നെ ദാശാണിയുമായി 100% മാച്ചായ ഒരു പ്രൊഫൈൽ കിട്ടിയിട്ടുണ്ട്. ദാശാണിയുടെ നക്ഷത്രം എന്താ? അയ്യോ, എന്റെ നക്ഷത്രം അറിഞ്ഞൂടെ? എന്റെ നക്ഷത്രം ഭരണി. ഭരണിയാണ് ഭരണി. എടാ നിന്റെയാ? എന്റെ നക്ഷത്രം മൂലം. മൂലം തിരുനാൾ. മൂലത്തിൽ ഭരണി. നല്ല ഒന്നാന്തരം മാച്ച്. ഇതിൽ കൂടുതൽ എവിടുന്ന് കിട്ടാൻ? അപ്പൊ നാളെ ആണല്ലോട്ടെ. അച്ചോ, നാളെ നടക്കത്തില്ലല്ലോ. നാളെ ഫുൾ ബുക്കിംഗ്സ്. ഞാൻ ആലോചിക്കട്ടെ. ഒരു കാര്യം ചെയ്യും. ഇന്ന് പറ്റുമോ? ഇന്ന് പറ്റും കേട്ടോ. ദാശാണി റെഡി ആയിക്കോ. ദാ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ്. ചേനയുടെ കാര്യം ചോദിച്ചോ? നീ ഒന്നുകൊണ്ടും പേടിക്കണം. ചേനയൊക്കെ ഞാൻ റെഡി ചെയ്ത. നീ വേറെ റെഡി ആയിട്ട് വാ. മുണ്ടും ചുമയാണ് ബെസ്റ്റ്. കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറക്കണം. പിന്നെ മെയിൻ കാര്യം അറിയാലോ, എന്റെ തലയിൽ വെക്കുന്ന സാധനം അത് മസ്റ്റാണ് കേട്ടാ. അതെ, നമ്മുടെ പിസ്സ ഡെലിവറി മേടിച്ച് വെച്ചേക്കും. ഓക്കെ. അക്കമ്മ കയ്യത്തട്ട് ചാൻ ചാൻ. അക്കമ്മ കയ്യത്തട്ട് ചാൻ ചാൻ. ഞാനൊന്ന് കയറി. ഏതോ ഒരു ചാച്ചി കുറെ സ്യൂട്ട് കേസൊക്കെ പിടിച്ച് അവിടെ നിൽക്കുന്നു. വീട് മാറി കയറിയാണെന്ന് തോന്നുന്നു. ഞാൻ കയറ്റി വിട്ടില്ല. ഞാൻ ആരാ മോൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഇനി ഇത് ദാക്ഷായണിയാണോ? നമ്മൾ അങ്ങോട്ട് പോകാന്നാണല്ലോ പറഞ്ഞത്. സാരമില്ല, എവിടെയാലും ശംഭുവിന്റെ ചേര സെറ്റായാൽ മതിയല്ലോ. നേരത്തെ ഡോറിൽ വന്നേ. അതിൽ തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് കേറണ്ടെന്ന് പറയാം. അത് കൊള്ളാലോ. ഇതിപ്പോ എല്ലാരും ഉണ്ടല്ലോ വീട്ടില്. എന്താ ഇവിടെ പരിപാടി? ക്രൗഡ് സ്ട്രൈക്കോ മൈക്രോസോഫ്റ്റോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. 1-2 ദിവസത്തേക്ക് ഫ്ലൈറ്റും ഇല്ല, ഒന്നുമില്ല. നല്ല ബെസ്റ്റ് ടൈം. എന്നാ പിന്നെ എയർപോർട്ടിൽ ഇരുന്ന് സമയം കളയണ്ട പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. അല്ല ഏട്ടൻ എവിടെ? ഇയാളും ഉണ്ടോ? ഏട്ടനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇയാളുമായിട്ട് ഒരിടപാടും വേണ്ട. അതൊക്കെ പോട്ടെ, എല്ലാരും കൂടെ ഇവിടെ ഇപ്പൊ എന്താ പരിപാടി? അത് പിന്നെ ഓണമൊക്കെ ആണല്ലോ. അല്ല, ചായ, അരിമണി, വൈബ്. ഇപ്പൊ ചേന ഇനി നടക്കത്തില്ലല്ലേ? എന്താ പറഞ്ഞ? ചേനയോ? ദീപ്തി,
ഞെട്ടരുത്. ഇനി ഞാൻ സത്യം പറയും. ഞങ്ങളെ ഒരു സ്കിറ്റ് പ്ലാൻ ചെയ്യുക. നമ്മുടെ ഓണത്തിന് സ്കിറ്റിന്റെ പേര് ഓണത്തിനിടെ ചേനക്കച്ചവടം. ഇത് ഈ പേരെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. തീരെ സാധ്യതയില്ല. കാരണം ഇപ്പൊ നമ്മളങ്ങോട്ട് ഇട്ടല്ലേ ഉള്ളൂ. അപ്പൊ എന്താ ഈ സ്കിറ്റിന്റെ കഥ? ജീവിതത്തിൽ ഭയങ്കര തോൽവിയായ ഒരു മനുഷ്യൻ, കൂട്ടുകാരുടെ കൂടെ കള്ള കുടിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അവർക്ക് മുന്നിൽ മഹാബലി പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ഒരു വരം കൊടുക്കുന്നു. ചേന. ചേന വരുമോ? അന്ന് കുണ്ടറ എന്ന സ്ഥലത്ത് ദാക്ഷിണി സ്റ്റോഴ്സ് എന്ന കടയിൽ കുറെ അത്ഭുത ചേന വിത്തുകൾ വിൽക്കുന്നു. അത് മേടിച്ച് നട്ടു വളർത്തിയാൽ ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന വരമാണ് കൊടുക്കുന്നത്. ഇതിലെ നായകൻ ആരാണ്? നിങ്ങളുടെ ഏട്ടൻ. ശരിക്കും? അതെ, ദേ ചേന വ്യവസായി കുണ്ടറ കുട്ടപ്പൻ ഇപ്പൊ അപ്പോ എല്ലാരും റെഡിയല്ലേ? നമ്മൾ പോവുകയല്ലേ ദാക്ഷായിലേക്ക്. Come on boys, let's go. കൊള്ളാം. എന്നിട്ട് എന്ത് സംഭവിച്ചു? പറയാം. ഭക്തന്മാരെ ശബോല് കൂട്ടുക. അവൻ മുമ്പേ ദാക്ഷിണി സ്റ്റോഴ്സിലേക്ക് പോകും. ഏതായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും സാരിയ, നിങ്ങളെ സ്കിറ്റ് ഒന്നും കാണാൻ പറ്റില്ല. എന്നാലും ഏട്ടന് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചേന വരും, അതൊരു വെറൈറ്റി ആയിരുന്നു. അപ്പൊ ഇനി തൊട്ട് വീട്ടിൽ ചേന ബിരിയാണി, ചേന പൊട്ട്, ചേന തോരൻ, ചേന എരിശ്ശേരി. അല്ല, ശരിക്കും ഏട്ടന് ചേന ഇഷ്ടമാണോ?